എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഈസുവിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇവിടെ നല്ല ഹാപ്പി ആയിരുന്നു. അതായത് അവളുടെ മോളായിട്ടുള്ള മിയോങ്ങിനെ ഇപ്പം നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് അവളുടെ വീടും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അവൾക്കൊരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറും. ഇതാണെങ്കിൽ നല്ലതുപോലെ പൊളിഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാലും നമ്മളുടെ യാങ് ആണെങ്കിൽ അതിനെയെല്ലാം നല്ലതുപോലെ ഫിക്സ് ചെയ്യാനൊക്കെ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ യേസുവിനടുത്ത് പറയും, നീ യഥാർത്ഥത്തിൽ നല്ലൊരു പണക്കാരനെ തന്നെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു. എൻ്റെ കൂടെ വന്നതുകൊണ്ടല്ലേ നിൻ്റെ ജീവിതം ഇത്രയും പ്രശ്നത്തിലായത്. എന്നാൽ നമ്മുടെ യേസുൻ പറയും, നിനക്കറിയാവോ, എല്ലാവരും എന്നെ കണ്ടിട്ട് നല്ലതുപോലെ ജലസടിക്കുക ചെയ്യുന്നത്. എനിക്ക് ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നീ എവിടെ ആയിരുന്നാലും അവിടെ തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ്, എനിക്കത് മാത്രം മതി എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ യേസുനായിരുന്നാലും ഒരു സ്റ്റോറൊക്കെ ഇടുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ്ങിൻ്റെ അനിയനെ കാണിക്കും. അവനായിരുന്നാലും നല്ലതുപോലെ വലുതായിട്ടുണ്ട്. അവന് നല്ല മെച്ചോർഡായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ യേസുനായിരുന്നാലും അവരുടെ ഡെയിലി ലൈഫ് നല്ലതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ കടയുടെ മുമ്പിലായിട്ടിരുന്ന് മീൻ വിൽക്കാനൊക്കെ തീരുമാനിക്കും. ഇതെല്ലാം നമ്മളുടെ മിയോങ്ങും അറിയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇവരുടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ്ങും അതേപോലെ തന്നെ നല്ല വിഷമവും ഒക്കെയുണ്ട്. അവളുടെ പേരൻസ് അവൾക്ക് വേണ്ടി എന്തെല്ലാം സാക്രിഫൈസ് ആണ് ചെയ്തത് അതെല്ലാം ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമാണ്. ഇവിടെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സിയോളിലായിട്ട് വന്നിട്ടുണ്ട്. അവളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ അവൾ ആ സ്ഥലത്തായിട്ട് ഒരു വീട്ടിലോട്ട് റെന്റിന് മാറുകയും ചെയ്യും. ആ വീട്ടിലെ ഓണറും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അയാൾ വന്നിട്ട് നമ്മളുടെ മിയോങ്ങിൻ്റെ അടുത്ത് പറയും, നിനക്കിവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഈ കഥകിനെ ഞാൻ ലോക്ക് ഇട്ടിട്ടില്ല. കാര്യം എൻ്റെ മോൻ ഏറ്റവും ചെറുതാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, എൻ്റെ മോക്ക് നിന്റെ പ്രായമാണ്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നല്ലതുപോലെ ജീവിച്ചോണം. ബോയ് ഫ്രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന്. ഇയാൾ അതങ്ങോട്ട് പറഞ്ഞിട്ട് തിരിയുന്നതും അവിടെയായിട്ട് കാണിക്കും നമ്മളുടെ മിയോങ്ങിൻ്റെ ആ ഒരു റൂമില്ലേ, അവിടെയുള്ളൊരു വാർഡ്രോബിലായിട്ട് ഇയാളുടെ മോള് അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്ന് ഒളിച്ചിരിക്കുന്നതായിട്ട്. എന്നാൽ ഇയാളത് കറക്റ്റായിട്ട് വന്ന് തൂക്കുകയും ചെയ്യും. ഇയാളത് തൂക്കുന്ന സമയത്ത് ആ ചെറുക്കനെ കാണിക്കും. അവൻ്റെ പേരാണ് കിം. അതേസമയം തന്നെ നമ്മുടെ യേസുവിൻ്റെ വീട്ടിലും കാണിക്കും. അവിടെയും കറക്റ്റായിട്ട് നമ്മളുടെ യേസുവിൻ്റെ ഇളയ മോനില്ലേ, അവൻ്റെ റിലേഷൻഷിപ്പും പൊക്കും. അവൻ സ്നേഹിക്കുന്ന വേറെ ആരെയല്ല, നമ്മളുടെ ആ സ്ഥലത്തായിട്ടുണ്ടായിരുന്ന ഒരു മേയർ ഇല്ലായിരുന്നോ, അയാളുടെ മോളെ തന്നെയാണ്. ഇത് കാണുന്നതും നമ്മളുടെ യേസുവിനും അതേപോലെ യാങ്ങും ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് പണ്ടത്തെ ഒരു സീൻ കാണിക്കും. അതായത് നമ്മളുടെ ഈ മേയറിൻ്റെ ഭാര്യയാണെങ്കിൽ അവളുടെ മോളുടെ അടുത്ത് പറയും, അതായത് യേസുവിൻ്റെ ഹസ്ബൻഡിനെ പോലെ ഒരാളിനെ കണ്ടുപിടിക്കണം എന്ന്. കറക്റ്റ് അവള് അതേപോലത്തെ, അതായത് നമ്മുടെ യാങ്ങിൻ്റെ മോനെ തന്നെയാണ് ഇവ പ്രേമിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് യാങ്ങിൻ്റെ മോനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇഷ്ടത്തിലാണ്, ഇവളുടെ അച്ഛൻ ഇവളെ ഭയങ്കര ഉപദ്രവ, അതുകൊണ്ടാണ് ഇവൾ ഇവിടോട്ട് വന്നിരിക്കുന്നതെന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ യാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മെയിനായിട്ടും ഇവളുടെ അച്ഛനാണെങ്കിൽ ആ മേയർ ആയതുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മളുടെ യേസുനായിരുന്നാലും നല്ല ടെൻഷനിലായിരുന്നു. അവളുടെ കൂടെയുള്ള മറ്റേ അമ്മമാരില്ലേ, അവരത്തെല്ലാം വന്ന് പറയും. ഇവരെല്ലാം കേൾക്കുന്നേ യേസുനായിട്ട് കളിയാക്കാൻ തുടങ്ങും. അവർ ചോദിക്കും, അല്ല ആരുടെയാ മോൻ? അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ സംഭവിക്കും, നിങ്ങൾ നിങ്ങളുടെ യങ് ഏജിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് എന്നും പറഞ്ഞിട്ട് അവരിരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഭിത്തിയിലെല്ലാം ഒട്ടിച്ചിരിക്കുന്ന നോട്ടീസ് എല്ലാം ഇങ്ങനെ നോക്കി വരും. ഒരു വൈകുന്നേരം ആവുന്നതും ആ ഒരു സ്ഥലത്തായിട്ട് നമ്മളുടെ ആ കിമ്മിനെ കാണും. അതായത് അവൾ നിൽക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ മോളുടെ ബോയ് ഫ്രണ്ട്. ഇവനെ കാണുന്നതും അവനാണെങ്കിൽ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമയുടെ പരസ്യമായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അവിടെയായിട്ട് ഇവനാണെങ്കിൽ മനസ്സിലാവും ഇവളൊരു പാർട്ട് ടൈം ജോലിയാണ് നോക്കുന്നതെന്ന്. അങ്ങനെ ഇവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവക്കൊരു പാർട്ട് ടൈം ജോലി സെറ്റാക്കി കൊടുക്കും. വേറെ ഒന്നുമല്ല, മൂവി തിയേറ്ററിലായിട്ടാണ്. ഇവക്ക് ടിക്കറ്റിങ്ങിൻ്റെ സ്ഥലത്തായിട്ടാണ് ജോലി കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കിം ആണെങ്കിൽ അവിടെയുള്ള പോസ്റ്റേഴ്സൊക്കെ വരയ്ക്കുന്നത്. അവിടെയുള്ള ഓണർ എപ്പോഴും നമ്മുടെ കിമ്മിനെ വഴക്ക് പറയും. അവിടെയായിട്ട് ഒരു അഡൽട്ട് ഫിലിം ആയിരുന്നു ഇറങ്ങുന്നത്. എന്നാൽ അവനാണെങ്കിൽ അതിന് പകരമായിട്ട് പോസ്റ്റർ വരച്ചു വെച്ചിരിക്കുന്നത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട ഒരു കപ്പിള് നല്ലൊരു സീനറി കൂടി നടക്കുന്നതായിരുന്നു. ഇത് കാണുന്നതും അതിൻ്റെ ഓണർ പറയും, എൻ്റെ ബിസിനസ് ഇങ്ങനെയുള്ള പടങ്ങൾ വെച്ചിട്ടൊന്നും ഓടാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് നല്ല ഫോട്ടോസ് വരയ്ക്കണം എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ കിമ്മിന് അതിൻ്റെയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ ഓണറിനായിരുന്നാലും നമ്മുടെ കിമ്മിനെ ഭയങ്കര കാര്യമാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കിം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് വരുന്നതാണ്. അവൻ വന്നിട്ട് അവളുമായിട്ട് ബാക്കിലോട്ട് ചെന്ന് നിന്ന് കിസ്സൊക്കെ ചെയ്യും. ഇതെല്ലാം നമ്മുടെ കിം കാണും. അവനിത് കാണുന്നതും അങ്ങ് ഒരുമാതിരി ഫീലാവും. അവൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ടായിരുന്നാലും ചോദിക്കും, നിനക്ക് എന്താ അവളുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, അതുകൊണ്ടാണോ നിനക്കിപ്പോൾ ഒരുമാതിരി ഫീലായത്? എന്നാൽ നമ്മുടെ കിം അതൊന്നും സമ്മതിച്ചു
കാണിച്ചു കൊടുക്കത്തില്ല. എങ്കിലും അവൻ്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ വീട് വരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ ആ സ്ഥലം കണ്ടിട്ട് പറയും, നീ എന്തിനാ ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്നത്? ഇവിടെ കള്ളന്മാരും പിടിച്ചുവരക്കാരും ഒക്കെ കാണും. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീ വേറെ എവിടേക്കെങ്കിലും മാറുന്നതായിരിക്കും നല്ലത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ മിയോങ്ങിൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തിലായിട്ട് വന്ന് താമസിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാനേ റെഡി ആയിരുന്നില്ല. ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മുടെ മിയോങ്ങിന് നല്ല വിഷമം തോന്നും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മിയോങ് ആണെങ്കിൽ ഇവൻ്റെ അമ്മേനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരാണെങ്കിൽ മുഖത്ത് നോക്കി പറയും, നിന്നെ പോലൊരു പാവപ്പെട്ട പെണ്ണിനെ എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവനാണെങ്കിൽ ഒരു ലോയർ ആവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നാലും ഇവരെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കും. എന്നാൽ അവരതൊന്നും കേൾക്കത്തില്ല. നമ്മളുടെ മിയോങ്ങിനായിരുന്നാലും നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അത് നല്ലതുപോലെ ഹേർട്ടാവും. എങ്കിലും അവൾ അവിടെ ഒന്നും മിണ്ടാനൊന്നും നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നീട് ഒരു ദിവസം നമ്മളുടെ മിയോങ് ആണെങ്കിൽ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ അവൾ അകത്തോട്ട് കയറി വരുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ കിം ആണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അവിടോട്ട് നടന്നു വരും. ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനാണെങ്കിൽ ഓൾറെഡി നല്ല ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ കൂടെ അടിയിടാൻ തുടങ്ങും. അവളവിടെ പറയും, നിന്റെ മനസ്സിൽ ഓൾറെഡി വേറെ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം, നീ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നതും കറക്റ്റായിട്ട് അവിടെ കാണുന്നതേ നമ്മളുടെ മിയോങ്ങിനെയാണ്. ഇത് കാണുന്നതും അവൾക്ക് മനസ്സിലാവും, ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സെറ്റാണ്, ഇവർ തമ്മിൽ റിലേഷനിലാണെന്ന് പറഞ്ഞിട്ട് അവളവിടെ നമ്മളുടെ മിയോങ്ങിനെ ഒത്തിരി പറയാൻ തുടങ്ങും. നീ എൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് എൻ്റെ ചെറുക്കനെ തന്നെ അടിച്ചു മാറ്റിയല്ലേ. ഇതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് ബ്രേക്കപ്പും പറഞ്ഞ് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ലേഡിയാണെങ്കിൽ ആ തിയേറ്ററിൻ്റെ മുമ്പിലായിട്ട് വന്ന് നിന്നിട്ട് അവിടെയുള്ള ആ പോസ്റ്റർ നോക്കിയിട്ട് നല്ലതുപോലെ പൊക്കി പറയുന്നതാണ്. അവർ പറയുന്നത് ഈ പോസ്റ്റർ കാണാൻ എന്ത് രസമുണ്ട്, ആൾക്കാരെ എല്ലാം അതിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറയും. ആക്ച്വലി ഇത് വേറെ ആരുമല്ല, നമ്മുടെ കിമ്മിൻ്റെ അമ്മ തന്നെയായിരുന്നു. അവർക്ക് നല്ലതുപോലെ അറിയാം ഈ ഒരു പോസ്റ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മോൻ എന്തുമാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന്. അവസാനം ഇവരെ നമ്മളുടെ മിയോങ് ശ്രദ്ധിക്കും. അങ്ങനെ അവളാണെങ്കിൽ ഒരു ദിവസം ഈ ആൻറ്റീനെ ഇവരുടെ ഈ ഒരു തിയേറ്ററിലായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ അവൾ ആ ആൻറ്റീനെ കൊണ്ടുവന്ന് സിനിമയും കാണിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു തിയേറ്ററിലായിട്ട് കയറിയിരുന്ന് സിനിമ കാണുന്നത്. അവരുടെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളുടെ ഈ കിം ആണെങ്കിൽ ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യമല്ലേ നമ്മളുടെ മിയോങ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് ആ ആൻറ്റിക്ക് നമ്മളുടെ മിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാവും. അവരാണെങ്കിൽ അവരുടെ മോൻ്റെ അടുത്ത് ചോദിക്കും, മോനെ നിൻ്റെ ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കയ്യിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ബുക്കുകളുണ്ട്, അവൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അതെല്ലാം കൊടുക്കാൻ റെഡിയാണ്, നീ അവളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ മിയോങ്ങുമായിട്ട് അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ബുക്കൊക്കെ വാങ്ങിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തായിട്ട് വന്നിരുന്ന് നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കും. ഇവിടെ നമ്മളുടെ കിമ്മാണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് നല്ലതുപോലെ താങ്ക് യു പറയും. യഥാർത്ഥത്തിൽ നമ്മളുടെ കിമ്മിൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഫുള്ളും മിയോങ് ആയിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ലവ് അടിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു ചെറുക്കൻ്റെ മനസ്സിൽ കയറി പിടിക്കണമെങ്കിൽ അവൻ്റെ അമ്മേനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുമെന്നല്ലേ പറയുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ മിയോങ്ങിന് അങ്ങനെ ഒരു ഫീലിങ്ങേ ഉണ്ടായിരുന്നില്ല. കാര്യം അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ യേസുനെയാണ്. അവളാണെങ്കിൽ അവളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലായിട്ട് വരും. അവിടെ വന്നിരിക്കുന്നതും അവൾ നമ്മളുടെ മിയോങ്ങിനെ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. എന്നാൽ കോള് കിട്ടത്തില്ല. അപ്പോൾ അവൾക്കാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും അവളുടെ മോക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ബാക്ക് സ്റ്റോറി കാണിക്കും. അതായത് നമ്മളുടെ ഏസിനായിരുന്നാലും കുഞ്ഞിലെ ഒരു അപകടത്തിൽ പറ്റിയ സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ ഭയങ്കര മിറാക്കിളായിട്ടാണ് വന്ന് അവളെ രക്ഷിച്ചത്. യഥാർത്ഥത്തിൽ നമ്മളുടെ യേസുനെ ഒരു ലേഡി വന്ന് തട്ടിക്കൊണ്ടുപോകാനാണ് നോക്കിയത്. ആ ലേഡീനെ നമ്മളുടെ യേസുൻ്റെ അമ്മ വെറുതെ വിടത്തൊന്നുമില്ല, അവരെ കണ്ടുപിടിച്ച് അവർക്കിട്ട് നല്ല പണിയും കൊടുക്കും. ഇതെല്ലാം നമ്മളുടെ യേസുൻ്റെ ഇരുന്ന് ആലോചിക്കും. രാത്രിയായിരുന്നാലും അവൾ വന്ന് കിടന്ന് ഉറങ്ങാൻ നേരത്ത് അവൾ അവളുടെ മരിച്ചുപോയ മോനെ കാണും. പെട്ടെന്ന് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് വിയേർഡായിട്ട് തോന്നും. അവൾക്ക് മനസ്സിലാവും നമ്മളുടെ മിയോങ്ങിന് എന്തോ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ മിയോങ്ങിനെ കോൾ ചെയ്ത് നോക്കും. യഥാർത്ഥത്തിൽ മിയോങ് നല്ലൊരു അപകടത്തിൽ തന്നെയായിരുന്നു. അവൾ കിടക്കുന്ന ആ ഒരു വീടില്ലേ അവിടെയായിട്ട് ഒരു ഗ്യാസിൻ്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളായിരുന്നാലും ഇപ്പം ശ്വാസം എടുക്കാണ്ട് ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ആയി കിടക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഏസുനെത്തും. അവൾ വന്നിട്ട് നമ്മളുടെ മിയോങ്ങിനെ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ കിമ്മു എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ നമ്മളുടെ മിയോങ്ങിനെ ഷോൾഡറിലായിട്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരും. ഏസുൻ യഥാർത്ഥത്തിൽ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ മിയോങ്ങിന് എന്തെങ്കിലും പറ്റിപ്പോയാനെ. അങ്ങനെ
അങ്ങനെ നമ്മുടെ യേസുവിന് അവിടെ ഇരിക്കാൻ നേരത്ത് അവൾ ആലോചിക്കും, അല്ല എൻ്റെ അടുത്തിരിക്കുന്ന ഈ ചെറുക്കൻ ഏതാ? യഥാർത്ഥത്തിൽ കിമ്മിനെ ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ. അവിടെയായിട്ട് നോക്കുമ്പോൾ എന്തോ കറക്റ്റായിട്ട് നമ്മുടെ മിയോങ്ങിനെ കാണാൻ വേണ്ടി അവളുടെ ബോയ് ഫ്രണ്ടും വരും. അവനാണെങ്കിൽ ഇവിടെ നമ്മളുടെ മിയോങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് കറക്റ്റ് നമ്മളുടെ യാങ് എങ്ങനെയാണോ യേസുവിനെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഇത് കാണുന്ന നമ്മളുടെ യേസുവിനായിരുന്നാലും വിചാരിക്കും അവൾ അവസാനം അവളുടെ അച്ഛനെ പോലെ ഒരുത്തന്നെ തന്നെയാണ് കണ്ടുപിടിച്ചത് എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള നേഴ്സാണെങ്കിൽ അവിടുത്തെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കിമ്മിൻ്റെ അടുത്ത് പറയും. കാര്യം കിമ്മാണല്ലോ നമ്മളുടെ മിയോങ്ങിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ചോദിക്കും, അല്ല നീ എന്തിനാ അവളെ എടുത്തുകൊണ്ട് വന്നത്? ഞാനല്ലേ അവളുടെ ബോയ് ഫ്രണ്ട്. ഉടനെ തന്നെ നമ്മളുടെ കിമ്മി ചോദിക്കും, അപ്പോൾ നീ ഇത്രയും നേരം എവിടെ പോയിരിക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ യേസുവിന് ദേഷ്യം വന്നിട്ട് പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമല്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ കിമ്മായിരുന്നാലും ഇവിടെ നിന്ന് പോവേണ്ട അവസ്ഥ വരും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിമ്മിനാണെങ്കിൽ മാൻഡേറ്ററി മിലിറ്ററി സർവീസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് പോവേണ്ടി വരുന്നതാണ്. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ അവസാനമായിട്ട് മിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ കിമ്മാണെങ്കിൽ മിയോങ്ങിൻ്റെ കൂടെ അവളുടെ വീട് വരെ നടന്നു പോകും. എന്നിട്ട് അവളെ പോയി നല്ലതുപോലെ സംസാരിക്കാനും തുടങ്ങും. അവൻ അവിടെ ഉള്ളൊരു ടവർ കണ്ടിട്ട് പറയും, ദൂരത്ത് നിന്ന് നോക്കിയാൽ ഇത് കാണാൻ എന്ത് ഭംഗിയാണ്, അതേപോലെ തന്നെയാണ് നീയോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. യഥാർത്ഥത്തിൽ നമ്മളുടെ മിയോങ്ങിനെ അറിയത്തേ ഉണ്ടായിരുന്നില്ല ഇവൻ ഇത് അവസാനമായിട്ടാണ് അവൾ മീറ്റ് ചെയ്യുന്നത് എന്ന്. അവൾ അങ്ങനെ തിയേറ്ററിൽ വരുമ്പോൾ എന്തുവാ അവിടെയായിട്ട് അവൾക്ക് മനസ്സിലാവും നമ്മളുടെ കിമ്മാണെങ്കിൽ മിലിറ്ററി സർവീസിന് പോയിരിക്കുക, അവളുടെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന്. നമ്മുടെ മിയോങ്ങിനായിരുന്നാലും കിമ്മ് വരച്ച ഒരു ഫോട്ടോ കിട്ടും. അത് വേറെ ആരുടെയല്ല, നമ്മളുടെ മിയോങ്ങിൻ്റെ തന്നെയായിരുന്നു. അതും അവൻ നല്ല കിടിലമായിട്ട് ഭയങ്കര ബ്രൈറ്റനായിട്ടൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ മിയോങ് ഇങ്ങനെ പറയും, ഇത് ഞാൻ എങ്ങനെ വിൽക്കാനാണ് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ മിയോങ്ങിൻ്റെ അനിയനെയാണ്. അവനും ഇപ്പോൾ മിലിറ്ററി സർവീസിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഏസിനും അതേപോലെ യാങ്ങും കൂടി അവനെ കൊണ്ടാക്കാനും പോകുന്നുണ്ട്. നമ്മളുടെ മിയോങ്ങിൻ്റെ അനിയനായിരുന്നാലും നല്ല വിഷമത്തിലായിരുന്നു. പിന്നീട് കാണിക്കും കുറച്ച് നാളിന് ശേഷം നമ്മളുടെ മിയോങ് ആയിരുന്നാലും അവളുടെ കോളേജ് എല്ലാം കംപ്ലീറ്റ് ആക്കി അവളിപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. ഇവരിപ്പോൾ കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മിയോങ് അവളുടെ പേരൻസിനെയും കൊണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഒരു റെസ്റ്റോറൻറ്റിൽ ഇവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ ഇവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് പറയും ട്രാഫിക് ആയിരുന്നു എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയാണെങ്കിൽ നമ്മുടെ മിയോങ്ങിനെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കും, നിങ്ങളുടെ മോക്ക് മര്യാദയ്ക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പോലും അറിയത്തില്ലേ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യേസുനായിരുന്നാലും യാങ് ആയിരുന്നാലും ഇതെല്ലാം കേട്ട് മിണ്ടാണ്ടിരിക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവിടെയായിട്ട് ആ ലേഡി പറയാൻ തുടങ്ങും, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള മരുമക്കളാരും ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനായിരുന്നാലും നമ്മളുടെ ഈ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിനെ നോക്കിയിട്ട് കണ്ണ് കാണിക്കും, അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന്. എന്നാൽ ഇവിടെയായിട്ട് അവനാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഏസിന് എഴുന്നേറ്റ് നിന്നിട്ട് രണ്ടുപേർത്തും പോയിരിക്കാൻ പറയും. ഏസിനോട് പറയാൻ തുടങ്ങും, ഞാൻ എൻ്റെ മക്കളെ ആണെങ്കിൽ വീട്ടു ജോലി പഠിപ്പിച്ചിട്ടില്ല, കാര്യം അവരവരുടെ ജോലിയിലും കരിയറിലും ഫോക്കസ് ചെയ്യട്ടെ എന്ന് ആലോചിച്ചിട്ടാണ്. അതെനിക്കൊരു കുറ്റമായിട്ട് തോന്നിയിട്ടുമില്ല എന്ന് ഏസിനോടെ മുഖത്ത് നോക്കി പറയും. ഇത് കേൾക്കുന്നതും ആ ലേഡി അവിടെ പറയാൻ തുടങ്ങും, എന്തൊക്കെയായിരുന്നാലും കല്യാണം ഞങ്ങൾ വിചാരിച്ചതുപോലെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്തണം, ഒരുപാട് നല്ല ആൾക്കാരെയൊക്കെ വിളിക്കണം. ഇവിടെ ഇവരാണെങ്കിൽ കുത്തി പറയുന്നത് മൊത്തം ഇവർ ഭയങ്കര പാവപ്പെട്ടവരല്ലേ, അപ്പോൾ അവർക്കാണെങ്കിൽ അത്ര ഗെറ്റപ്പിൽ കല്യാണമൊന്നും നടത്താൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ഏസിനായിരുന്നാലും യാങ് ആയിരുന്നാലും മിണ്ടാണ്ടിരിക്കും. എന്നാൽ ഇവിടെ നമ്മളുടെ മിയോങ്ങിന് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുന്നതും നമ്മളുടെ മിയോങ്ങും യാങ്ങും ഏസിനും കൂടി നിൽക്കുന്നേ ഇവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ഇവരെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറാൻ വിളിക്കും. എന്നാൽ അവരാണെങ്കിൽ അവിടെ പറയും ഞങ്ങൾ മെട്രോയിൽ പൊക്കോളാം എന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരും വേറൊരു ക്യാബ് ബുക്ക് ചെയ്ത് അതിലായിട്ട് കയറ്റി എങ്ങ് വിടും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഏസുനും അതേപോലെ യാങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുന്ന. അവർ പറയും നമ്മളുടെ മിയോങ് ആ വീട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കാനാ എന്ന്. ഇവിടെയായിട്ട് യാങ് പറയും എനിക്ക് ആദ്യം തൊട്ടേ അവനെ അത്ര ഇഷ്ടമൊന്നും അല്ല എന്ന്. എങ്കിലും ഇവരാണെങ്കിൽ എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങും ഏസിനും കൂടി ചേർന്നിട്ട് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവിടെ നമ്മളുടെ ഏസും പറയും നമുക്ക് വേഗം തന്നെ പോവാം, അല്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മ കിടന്ന് ബഹളം വെച്ചാലോ എന്ന്. അങ്ങനെ അവർ ഷോപ്പിലായിട്ട് വരും. നമ്മുടെ ഏസിനാണെങ്കിൽ അവിടെ ഉള്ളൊരു പിങ്ക് ഡ്രസ്സ് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും നമ്മളുടെ മിയോങ്ങിൻ്റെ അമ്മായിയമ്മ പറയും ഇതത്ര രസമൊന്നുമില്ല, ഇത് പണ്ടത്തെ ആ നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണ് ഇടുന്നത്, ഇതത്ര സ്റ്റാൻഡേർഡ് കളറല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഏസുനങ്ങ് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരെടുത്ത് പേഴ്സണലി സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്ന്. പേഴ്സണലി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏസും വന്നിരുന്നിട്ട് പറയും എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന്. അവിടെയായിട്ട് ആ ലേഡി പറയും എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ സത്യം തുറന്ന് പറയാം, എനിക്ക് ഈ കല്യാണം
കല്യാണത്തിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഈ കല്യാണം വേണ്ടാന്ന് വെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ ഫാമിലി ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഏസുനെ നല്ലതുപോലെ ഹേർട്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഏസും വീട്ടിലായിട്ട് വന്നിട്ട് നമ്മളുടെ മിയോങ്ങിൻ്റെ അടുത്ത് പറയുന്നേ, നീ ഈ കല്യാണം കഴിക്കണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിയോങ്ങിനായിരുന്നാലും മനസ്സിലാവും ഇവളുടെ അമ്മയുടെയും അവളുടെ അമ്മായിയമ്മയുടെ ഇടയിലായിട്ട് എന്തോ ഒരു സംസാരം നടന്നിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മിയോങ് ആയിരുന്നാലും ഇവളുടെ അമ്മായിയമ്മനെ കാണുമ്പോൾ അവരിവളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹത്തോടെയാണ് വളർത്തിയത്, എനിക്ക് ചിലതൊന്നും അറിയത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ്ങിൻ്റെ അമ്മായിയമ്മ പറയും, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഈ മാരേജിൽ കടിച്ചു പോയി നിൽക്കുന്നേ, നിനക്കങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ, എൻ്റെ മോനെ വെറുതെ വിട്ടൂടെ, നിനക്ക് ഇത്തിരിയെങ്കിലും ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ നീ ഈ മാരേജ് വേണ്ട എന്ന് വെക്കും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ മിയോങ്ങിനെ ഒത്തിരി പറയും. അവസാനം നമ്മളുടെ മിയോങ് ചൂസ് ചെയ്യും അവനെ കല്യാണം കഴിക്കുന്നില്ല എന്ന്. നമ്മുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നാലും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവനാണെങ്കിൽ ഇവളുടെ പുറകെ നടക്കും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ അമ്മേനെ വേണ്ടാന്ന് വെക്കാവെന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് അവൻ്റെ അടുത്ത് പറയും, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, നീ നിൻ്റെ അമ്മേനെ വിട്ടിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും വിഷമമാവും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു കാര്യവും ഇല്ല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മളുടെ മിയോങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ഒരിക്കലും നമ്മുടെ യാങ് ആവാൻ പറ്റത്തില്ല. അവൻ്റെ വൈഫിന് വേണ്ടിയിട്ട് നിന്നതുപോലെ ആർക്കും നിൽക്കാനും പറ്റത്തില്ല. ഇവിടെയായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് മ്യൂച്വലായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഫ്യൂച്ചറിലുള്ളൊരു സീനാണ്. ഇവിടെയായിട്ട് നമ്മുടെ മിയോങ്ങിൻ്റെ ആ ഒരു അമ്മായിയമ്മയില്ലേ, അവർ നല്ലതുപോലെ പ്രായമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിയോങ്ങിൻ്റെ ആ ബോയ് ഫ്രണ്ട് ആയിരുന്നാലും അവൻ വേറെ ആരെയോ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും അവിടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ ലൈഫാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മിസറബിളാണ്. അവൻ്റെ ലൈഫ് ഇത്രയും മോശമായതിന് അവൻ കുറ്റപ്പെടുത്തുന്നത് അവൻ്റെ അമ്മേനെ തന്നെയാണ്. അവരായിരുന്നാലും അവരുടെ മോൻ്റെ ആ ഒരു കല്യാണ വീഡിയോ തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ മിയോങ്ങിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൻ്റെ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആയാനെ. ഇപ്പോൾ അവൻ്റെ ലൈഫിലാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല, അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയതുപോലെയാണ് കാണിക്കുന്നത്. പിന്നീട് കുറച്ച് നാളിന് ശേഷം നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഏസുനെയും അതേപോലെ യാങ്ങിനെയും കാണാൻ വേണ്ടിയിട്ട് വരും. അവൾ യഥാർത്ഥത്തിൽ സിയോളിലല്ലേ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും അവളാണെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് മുന്നേ കൂട്ടി പറയാതെയാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഏസുനൊക്കെ നല്ല സന്തോഷം. അവരാണെങ്കിൽ നമ്മളുടെ മിയോങ്ങിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും, നല്ല ഫുഡൊക്കെ വെച്ച് കൊടുക്കും. എന്നാൽ നമ്മുടെ മിയോങ് നല്ല വിഷമത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ അവളുടെയും അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സത്യമുള്ളതായിരുന്നു. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അവൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. അവൾ അവളുടെ അമ്മയെടുത്ത് പറയും, എങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റ് ലവ് കിട്ടി, എൻ്റെ ഫസ്റ്റ് ലവ് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന്. അവിടെ നമ്മളുടെ ഏസുൻ പറയാൻ തുടങ്ങും, മോളെ എല്ലാവരുടെയും ഫസ്റ്റ് ലവ് അങ്ങനെ സക്സസ് ആവണമെന്നൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളുടെ ലൈഫിൽ വരും. ആ ഒരു ദിവസത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ യാങ് ആയിരുന്നാലും മിയോങ്ങിനെയും കൊണ്ട് ബോട്ടിങ്ങിനൊക്കെ പോകും. അവിടുത്തെ സീനറി കാണാൻ നല്ല രസമാണ്. ഏർലി മോർണിംഗ് ആണ് രണ്ടുപേരും പോകുന്നത്. അവിടെ നമ്മുടെ യാങ് ആയിരുന്നാലും മിയോങ്ങിനടുത്ത് പറയും, മോളെ നിൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൻ്റെ ചോയ്സസ് തന്നെയാണ്, എങ്കിലും നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നിനക്ക് നല്ലത് വരുന്നത് മാത്രമേ നീ ചെയ്യാവൂ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ നീ ചെയ്യാവൂ എന്ന് പറഞ്ഞ് അവളെ നല്ലതുപോലെ ഉപദേശിക്കും. നമ്മുടെ മിയോങ്ങിനായിരുന്നാലും ഇതൊക്കെ കേൾക്കുന്നത് കുറച്ച് സന്തോഷമാവും. കാര്യം അവളുടെ ഈ ഡള്ളായിട്ടുള്ള ലൈഫിൽ എന്തൊക്കെയോ അവൾക്ക് വെളിച്ചം വന്നതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ യാങ്ങും മിയോങ്ങും കൂടി കരയിലായിട്ട് വരുന്നതാണ്. അവിടെ അവർ രണ്ടുപേരും കൈ പിടിച്ച് നടക്കും. ഇത് നമ്മളുടെ ആ മേയർ കാണും. അയാൾക്കിത് കാണുന്നത് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ യാങ് മൈൻഡ് ആക്കത്തില്ല. നമ്മുടെ ഈ മേയർ ആയിരുന്നാലും വീട്ടിൽ വന്നിട്ട് അയാളുടെ മോളുടെ അടുത്ത് ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരു ബോട്ടിങ്ങിന് പോയാലോ, രാവിലെ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കണ്ടിട്ട് വരാം. എന്നാൽ ഇത് കേൾക്കുന്നതും അവൻ്റെ മോൾ അതിന് വില്ലിങ്ങേ ആയിരുന്നില്ല. അവൾ പറയും, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കയറി അങ്ങ് പോവും. യഥാർത്ഥത്തിൽ നമ്മുടെ മേയർ ആണെങ്കിൽ ഒരച്ഛൻ എന്ന നിലയ്ക്കായിരുന്നാലും ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്കായിരുന്നാലും ഒരു മേയർ എന്ന നിലയ്ക്കായിരുന്നാലും അയാൾ വലിയൊരു ഫെയിലിയർ തന്നെയാണ്. അയാളുടെ ഫാമിലിക്ക് പണ്ടാണെങ്കിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അയാൾ പ്രായമായി വരുമല്ലേ, അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ മക്കളുടെ സ്നേഹം വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മക്കൾ അത് കൊടുക്കാനും റെഡിയല്ല. ഇയാൾക്കാണെങ്കിൽ പണ്ട് തൊട്ടേ നല്ല ക്യാഷ് ഉണ്ട്. എന്നാൽ ക്യാഷ് കൊടുത്ത് നമുക്ക് സ്നേഹം വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. സ്നേഹം നമ്മൾ സ്നേഹം കൊടുത്ത് തന്നെ വാങ്ങിക്കണ്ടേ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അമ്മയാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ മൂത്ത മോളുടെ കൂടെ നിൽക്കുന്നത്. എങ്കിലും അമ്മയുടെ ചിലവും കാര്യങ്ങളെല്ലാം നോക്കുന്ന നമ്മുടെ യാങ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ യേസുനെ കാണിക്കും. അവളുടെ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ആ മുത്തശ്ശിയാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ പ്രായമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ യേസുനാണെങ്കിൽ മുത്തശ്ശിക്കാണെങ്കിൽ ഒരു പല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. കാര്യം മുത്തശ്ശിക്ക് നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. മുത്തശ്ശിക്കാണെങ്കിൽ നല്ലതുപോലെ മെമ്മറി ലോസും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും മുത്തശ്ശി നമ്മുടെ യേസുനെ കാണുന്നതും പറയും, നീ എൻ്റെ മൂത്ത മോൻ്റെ
മോളല്ലേ എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഈസുവിന് നല്ല സന്തോഷമാവും. അവളാണെങ്കിൽ മുത്തശ്ശിയുടെ മടിയിലായിട്ട് തല വെച്ച് നല്ലതുപോലെ കിടന്ന് കരയും. അവൾ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടൊരു മാറ്റും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മാറ്റിലായിട്ട് നമ്മുടെ മുത്തശ്ശി കയറി കിടക്കുന്നതും മുത്തശ്ശിയുടെ ആ മോനില്ലേ അയാളുടെ അടുത്ത് ചോദിക്കും, ഈ മാറ്റിന് നല്ല വിലയായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ ആ മോൻ ചോദിക്കും, നിങ്ങളല്ലേ അവൾക്ക് വേണ്ടിയിട്ടൊരു ബോട്ട് തന്നെ വാങ്ങിച്ചു കൊടുത്തത്? അപ്പോൾ മുത്തശ്ശി പറയും, ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, അവൾക്ക് നല്ല ഫുഡ് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഞാൻ അവളിൽ ഒരുപാട് കടപ്പെട്ടവളാണ് എന്നൊക്കെ പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യേസുവിൻ്റെ അമ്മയുടെയും അതേപോലെ ഈ മുത്തശ്ശിയുടെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവിടെ നമ്മളുടെ യേസുവിൻ്റെ അമ്മയാണെങ്കിൽ മരണത്തിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുത്തില്ലായിരുന്നോ, അതേ ഫോട്ടോ പോലെ തന്നെ മുത്തശ്ശി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഈ മുത്തശ്ശി മരിച്ചു പോകുന്നതാണ്. അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് കിടന്ന് കരയും. ഇത് ഭയങ്കര ഇമോഷണൽ സീനാണ് കേട്ടോ. ഇവിടെയായിട്ട് ആ അങ്കിള് വന്നിരുന്ന് മുത്തശ്ശിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, പല്ല് വെക്കുന്നത് വരെയെങ്കിലും അമ്മയ്ക്ക് ഇവിടെ നിൽക്കായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ യേസുനും യാങ്ങും കൂടി ഈ മുത്തശ്ശിയുടെ കല്ലറയുടെ അടുത്തായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ യേസുൻ പറയും, സമയം എന്ത് പെട്ടെന്നല്ലേ പോകുന്നത്, നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളെ വിട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല ഇമോഷണലായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷം നമ്മളുടെ യേസുവിൻ്റെ മോനില്ലേ അവനാണെങ്കിൽ മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നതാണ്. അവൻ കൂടെ ഒരാളെയും കൂട്ടിയിട്ടുണ്ട്. വേറെ ആരെയല്ല നമ്മളുടെ ആ മേയറിൻ്റെ മോളെ. അവളാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻറ്റും ആയിരുന്നു. അവളെ ഇപ്പോൾ അവൻ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഇത് കാണുന്നത് നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കാവും. അവൻ വേഗം തന്നെ ചൂലെടുത്തിട്ട് ഇവൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കും, നിന്നെ ഞാൻ മിലിറ്ററി സർവീസിന് തന്നെയല്ലേ പറഞ്ഞു വിട്ടാ, നീ ഇപ്പം എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നേ എന്ന്. അവസാനം അവൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. കാര്യം എന്തുവാ, അവനും യേസുനും അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കും ഇവിടെയായിട്ട് നമ്മളുടെ യേസുവിൻ്റെ മോന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ ഫാമിലി ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മേയറിൻ്റെ വൈഫിനായിരുന്നാലും നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒളിച്ചും പാത്തിട്ടൊക്കെ ആയിരുന്നാലും നമ്മളുടെ ഈ യേസുവിൻ്റെ ചെറുമോനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെയായിട്ട് ആ ലേഡി പറയാൻ തുടങ്ങും, എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് നിൻ്റെ അടുത്ത് നല്ല ജലസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞത് നിൻ്റെ ഹസ്ബൻഡിനെ പോലെ ഒരാളിനെ നീ കണ്ടുപിടിക്കണം എന്ന്. അവൾ നിൻ്റെ മോനെ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ആ മേയറിനെ കാണിക്കും. അയാളായിരുന്നാലും നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു. കാര്യം അയാളുടെ പൊന്നു പോലത്തെ മോളെ നമ്മളുടെ മിയോങ്ങിൻ്റെ മോനാണെങ്കിൽ അടിച്ചുകൊണ്ട് പോയില്ലേ. എന്നാലും അയാൾക്കാണെങ്കിൽ അയാളുടെ ആ ചെറുമോനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ചെയ്യാനാ, അയാളുടെ വാശിയാണെങ്കിൽ അയാൾ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കിമ്മില്ലേ, അവനും മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അവൻ ഏത് ബസ്സിൽ നിന്നാണോ ഇറങ്ങുന്ന അതേ ബസ്സിലായിട്ട് നമ്മളുടെ മിയോങ്ങും കയറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഇവളുടെ ഫേസ് ഒരു മിന്നായം പോലെ കാണും. ഇവനവളെ ഫോളോ ചെയ്ത് ആ ബസ്സിന് പുറകെ ഓടാനായിട്ട് തുടങ്ങും. എന്നാൽ അവളെ ക്യാച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആ ബസ് അങ്ങ് വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിയോങ്ങിനെയാണ്. അവളിപ്പോൾ ഒരു കമ്പനിയിലായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ ആ കമ്പനിയിൽ കുറേ ഇഷ്യൂസും അതേപോലെ സമരമൊക്കെ കാരണം അവളുടെ ജോലി ഇപ്പോൾ പോകുന്ന അവസ്ഥയിലായിരിക്കുന്നത്. അവൾ നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം അവിടെയുള്ളൊരു തിയേറ്ററിലായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് വരും. യഥാർത്ഥത്തിൽ നമ്മുടെ കിമ്മായിരുന്നാലും മിയോങ്ങിനെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ട് അവൻ എല്ലാ ദിവസവും അവിടെ സിനിമയ്ക്ക് വരുമായിരുന്നു. ഒരു സിനിമ തന്നെ അവർ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും അടുത്തടുത്തുള്ള സീറ്റിലായിരിക്കുന്നത്, പക്ഷെ പരസ്പരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ അവിടുത്തെ ഓണറിൻ്റെ കൂടെ സംസാരിക്കുന്നതും അയാൾ പറയും, ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ കിമ്മ അവിടെ എല്ലാം തെരഞ്ഞു നോക്കും. പെട്ടെന്ന് അവന് മനസ്സിലാവും അവൾ ആ ബസ്സിൽ കയറിപ്പോയി എന്ന്. അങ്ങനെ അവൻ വീണ്ടും ആ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ കടന്നോടും. അവിടെ അവൻ പറയുന്നുണ്ട്, ലവിന് 2 ചാൻസേ ഉള്ളൂ, മൂന്നാമതൊരു ചാൻസ് കിട്ടത്തില്ല, രണ്ടാമത്തെ ചാൻസിൽ അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക എന്ന്. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബസ്സിലായിട്ട് കയറി പറ്റും. വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ മിയോങ് ആ ബസ്സിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ആ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ കൂട്ടിനായിട്ടിരിക്കും. ഇവള് കണ്ണു തുറക്കുമ്പോൾ കാണുന്നതേ നമ്മുടെ കിമ്മിനെയാണ്. രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. കാര്യം ഒരുപാട് കാലത്തിന് ശേഷമല്ലേ രണ്ടുപേരും ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ മിയോങ്ങിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. നമ്മുടെ കിമ്മിൻ്റെ മുഖത്താണെങ്കിൽ അവൻ അവളോടുള്ള ഇഷ്ടം നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മിയോങ് ആയിരുന്നാലും അവനെ കാണുന്നതും അവക്കും ചെറിയൊരു ഫീൽ അടിക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാവുന്നതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ കിമ്മിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നതാ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഇഷ്ടവും നല്ലൊരു ബോണ്ടും ഉണ്ട്. ഇത്തവണ ഞങ്ങളുടേത് കുഞ്ഞു കുട്ടികളുടെ പ്രണയമൊന്നുമല്ല, കുറച്ച് മെച്ചോർഡായിട്ടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ കിമ്മായിരുന്നാലും മിയോങ്ങിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അടുത്ത ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിയോങ്ങിൻ്റെ പേരൻസിനെ ഇവൻ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്.
അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ കിമ്മിനെ കൊണ്ടുവന്ന് അവളുടെ പേരൻസിനെ മീറ്റ് ചെയ്യുന്നതാണ്. അവിടെ നമ്മളുടെ യാങ്ങിന്റെ കൂടെ കിമ്മു ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അവന് നല്ല ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. ഇവിടെയായിട്ട് നമ്മളുടെ കിമ്മ് നല്ല ഡ്രങ്കനാണെങ്കിലും അവനും അവളുടെ പുറകെ ആയിട്ട് ഇറങ്ങി പോകുന്നതായിട്ട് കാണിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ യാങ്ങിന്റെ കൂടെ കിമ്മും അതേപോലെ മിയോങ്ങും കൂടി ഫിഷിങ്ങിനായിട്ട് പോകും. അവിടെ നമ്മളുടെ കിമ്മിനാണെങ്കിൽ നല്ലതുപോലെ സീ സിക്നെസ് ഉണ്ടായിരുന്നു. അവൻ നല്ലതുപോലെ ഒമിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാലും നമ്മുടെ മിയോങ് ആണെങ്കിൽ വാഷ്റൂം പോകുന്നതും അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കും. ഇതെല്ലാം നമ്മുടെ യാങ് കാണും. അവൻ ചോദിക്കും, നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ എന്ന്. അപ്പോൾ കിമ്മ് പറയും, അഥവാ മിയോങ് കാണാൻ താഴെ വീണാലോ എനിക്ക് അവളെ കയറി പിടിക്കാനാ എന്ന്. എന്നാൽ ഇതൊക്കെ കാണുന്നേ നമ്മുടെ യാങ് നല്ലതുപോലെ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരിവിടെ ഡ്രിങ്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമെങ്കിലും നമ്മളുടെ മിയോങ്ങിൻ്റെ അനിയനില്ലേ, അവനാണെങ്കിൽ ഈ കിമ്മിനെ പറ്റി മോശം പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് പറയും, മര്യാദയ്ക്ക് സംസാരിക്കണം, അവൻ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്നവനാ എന്ന്. അതായത് ഇവിടെ നമ്മളുടെ യാങ് ഓൾറെഡി അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ വാഷ്റൂം പോയിട്ട് വരുന്നതും നമ്മളുടെ ഈ കിം ആണെങ്കിൽ അവൻ്റെ കോട്ട് ഊരിയിട്ട് ഇവിടെ നല്ലതുപോലെ കവർ ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ മിയോങ് പറയും, എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും വലുത്. അച്ഛൻ നിന്റെ കാര്യത്തിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും ഇവിടെ നടക്കത്തില്ല. നമുക്ക് ഈ റിലേഷൻ വേണ്ടാന്ന് വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് നീ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്തെടുക്കണം. ഇത് കേൾക്കുന്നേ നമ്മുടെ കിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് നമ്മുടെ യാങ്ങിൻ്റെ കയ്യിലായിട്ട് പിടിച്ച് അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് പറയും, അച്ഛ എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളുടെ മോളെ തരണം, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഏസിൻ്റെ അടുത്ത് അവളുടെ കൂടെയുള്ള ആ മുത്തശ്ശിമാരില്ലേ, അവർ ചോദിക്കും, നിനക്ക് നിന്റെ മരുമോനെ പറ്റി എന്താ അഭിപ്രായം എന്ന്. അപ്പോൾ ഏസിൻ പറയും, എന്തായിരുന്നാലും എനിക്ക് നല്ലതുപോലെ അറിയാം അവൻ എൻ്റെ മോളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുമെന്ന്. എനിക്കിവിടെ ടെൻഷൻ തന്നെ അവൻ്റെ ഫാമിലിനെ പറ്റി ആലോചിച്ചിട്ടാ എന്ന്. അടുത്ത ദിവസം തന്നെ നമ്മളുടെ കിമ്മിൻ്റെ അമ്മയാണെങ്കിൽ ഏസിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാക്കേജ് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ടാഞ്ചറിൻസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഇല്ലേ, അത് വെച്ച് ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാണ്. ആ ഒരു പേപ്പറിനകത്തായിട്ട് എഴുതിയിരിക്കും, എനിക്ക് നിങ്ങളുടെ മോളെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ എൻ്റെ സ്വന്തം മോളായിട്ട് കാണാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യേസുനും നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ മിയോങ്ങിൻ്റെ കല്യാണ ദിവസമാണ്. അവിടെയായിട്ട് നമ്മുടെ യേസുനും യാങ്ങും ഒക്കെ അവരുടെ ലൈഫിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. അതായത് ഇവർക്ക് വീട് താമസിക്കാനൊക്കെ കൊടുത്ത അപ്പൂപ്പനും അമ്മൂമ്മയില്ലേ, അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മിയോങ് നല്ല ഹാപ്പി ആയിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും വരും. അവൻ ഇവളെ കാണുന്നത് നല്ല സന്തോഷമാവും. എങ്കിലും അവൻ പുറത്തിറങ്ങി അവളെ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യാനൊന്നും റെഡി ആവത്തില്ല. അവൻ അന്ന് ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അവളിപ്പോൾ അവൻ്റെ ഭാര്യ ആവേണ്ടതല്ലായിരുന്നോ. ഇവനങ്ങ് തിരിച്ചു പോകും അവിടുന്ന്. അതേപോലെ തന്നെ നമ്മുടെ മിയോങ്ങിൻ്റെ കൂടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ കിമ്മായിരുന്നാലും നമ്മുടെ മിയോങ്ങിനെ കാണുന്നത് നല്ലപോലെ ഫ്ലാറ്റ് ആവും. ഇവരുടെ രണ്ടുപേരെയും സീൻ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കൊറിയക്കാരുടെ ട്രഡീഷൻ അനുസരിച്ച് അച്ഛനാണല്ലോ മോളെയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ യാങ് അതിന് റെഡി ആയിട്ട് നിൽക്കും. അവനവിടെ ഭയങ്കരമായിട്ട് തീരുമാനം എടുക്കും, ഞാൻ എന്തായിരുന്നാലും കരയത്തില്ല എന്ന്. എന്നാൽ ഇവിടെയായിട്ട് അവൻ്റെ കരച്ചിലങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. നമ്മളുടെ മിയോങ്ങിനെ ആയിരുന്നാലും കൈ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരവിടെ നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങിനാണെങ്കിൽ പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. അവൾ കുഞ്ഞിതായിരുന്നപ്പോഴായിരുന്നാലും കുറച്ച് വലുതായപ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നാലും ഒക്കെ. അപ്പോഴെല്ലാം നമ്മളുടെ യാങ് മിയോങ്ങിൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോളെ നിനക്കാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നീ വേറൊന്നും നോക്കണ്ട, തിരിച്ച് എൻ്റെ അടുത്തോട്ട് വന്നാൽ മതിയെന്ന്. ഇവിടെ നമ്മളുടെ മിയോങ് പറയും, അച്ഛാ എപ്പോഴും പറയുന്ന ഡയലോഗ് ഇത്തവണ പറയരുത്. എന്നാൽ നമ്മളുടെ യാങ് ഭയങ്കര ഇമോഷണലായിട്ട് പറയും, മോളെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ തിരിച്ച് എൻ്റെ അടുത്തോട്ട് തന്നെ വന്നാൽ മതിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ്ങിന് അവളുടെ സങ്കടം പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അവൾ പറയും, അച്ഛാ ഞാനിപ്പോൾ കല്യാണം കഴിച്ച് പോവുകയാണ് എന്ന്. ഇവിടെ നമ്മളുടെ യാങ്ങിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ കരച്ചിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കിമ്മിൻ്റെ കയ്യിലായിട്ട് നമ്മുടെ മിയോങ്ങിനെ പിടിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ സീറ്റിലായിട്ട് വന്നിരുന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. ഇത് കാണുന്നത് നമ്മളുടെ മിയോങ്ങിന് സഹിക്കത്തില്ല. നമ്മുടെ കിമ്മായിരുന്നാലും പറയും, നോക്കിയാണെങ്കിൽ നിൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്ന്. ഇത് ഭയങ്കര ഇമോഷണൽ സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിമ്മും അതേപോലെ യാങ്ങും കൂടി സംസാരിക്കുന്ന. കിം അവിടെ പറയും, ഞാനിവളെ പൊന്നു പോലെ നോക്കിക്കോളാം, അവൾക്ക് ഒന്നിനും ഒരു കുറവും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ അവരുടെ ആ ഒരു സ്ഥലത്തായിട്ട് പോവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഏസുൻ്റെയും അതേപോലെ യാങ്ങിൻ്റെയും ലൈഫിലായിട്ട് വലിയൊരു കൊടുങ്കാറ്റ് തന്നെ വരുന്നതാണ്. സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏസുൻ്റെ മോനില്ലേ, അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യും.
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് അവർക്ക് പകരമായിട്ട് പൈസ കൊടുക്കത്തില്ലേ, അതാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയായിട്ട് ഇവർ കടം വാങ്ങിയിട്ടാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നമ്മളുടെ ഈ ഏസുവിൻ്റെ മോനില്ലേ, അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആ സ്വർണം എടുത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ നമ്മുടെ ഏസിൻ്റെ മോനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരും. അങ്ങനെ ഇവനെ പിടിച്ച് ജയിലിലായിട്ട് ഇടും. ഇവിടെ ഇവർ നല്ല നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഏസിനാണെങ്കിൽ അവൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമുക്കൊരു കാര്യം റിവീലാവും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസിൻ്റെ മോനാണെങ്കിൽ എപ്പോഴും സെക്കൻഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ ഏസുനും യാങ്ങും ആയിരുന്നാലും അവരുടെ മൂത്ത മോളായിട്ടുള്ള മിയോങ്ങിൻ്റെ അടുത്താണ് കുറേ ശ്രദ്ധയും അതേപോലെ സ്നേഹവും കൊടുത്തിട്ടുള്ളത്. അവൻ അവിടെ അവൻ്റെ അമ്മയെടുത്ത് തുറന്നു പറയും, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൂത്ത മോളെ തന്നെയാണ് ഇഷ്ടം. നിങ്ങളുടെ മുന്നിൽ ഞാനും വലിയൊരാളാവും, എനിക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നല്ല പ്രൗഡായിട്ട് നിൽക്കണമായിരുന്നു. ഇതൊക്കെ അറിയുന്നതും നമ്മുടെ ഏസും ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ ഏസുനാണെങ്കിൽ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവളാണെങ്കിൽ നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നല്ലൊരു അമ്മയായിരിക്കും, ഞാൻ ഇവനെ പൊന്നു പോലെ നോക്കുമെന്ന്. ഇവിടെ അവർ രണ്ടുപേരും അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവൻ്റെ കാര്യത്തിൽ അത്ര അത് സക്സസ് ആയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഏസുവിൻ്റെ മരുമോളില്ലേ, അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കൈകൂപ്പി പൈസ ചോദിക്കുന്നത്. എന്നാൽ അയാളാണെങ്കിൽ ക്യാഷ് കൊടുക്കാൻ റെഡിയേ ആയിരുന്നില്ല. അയാളുടെ വൈഫായിരുന്നാലും വന്നിട്ട് ആ മേയറിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ എന്തായിരുന്നാലും കൊള്ളാം, ഇത്രയും ക്യാഷ് കയ്യിലുണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന്. അയാൾക്കാണെങ്കിൽ അയാളുടെ മോളുടെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അതിന് സമ്മതിക്കാത്തത്. ഇവിടെയായിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ആകപ്പാടെയുള്ള ആ ഒരു ബോട്ടില്ലേ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവൻ്റെ പണ്ട് തൊട്ടേയുള്ള മെമ്മറീസ് എല്ലാം ആ ഒരു ബോട്ടിലാണുള്ളത്. എന്നാലും അതിപ്പോൾ കൊടുക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് അതവൻ കൊടുക്കാൻ വേണ്ടി വില്ലിങ്ങാവും. അത് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിലായിട്ട് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിനെ കാണുന്നത് നമ്മുടെ യാങ്ങിന് മിയോങ്ങിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇതും ഭയങ്കര ഇമോഷണൽ സീനാണ്. എങ്കിലും അവൻ ആ ബോട്ട് കൊടുത്തിട്ട് ആ പൈസ വെച്ച് നമ്മളുടെ മോനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവൻ അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അവനെ ആണെങ്കിൽ വിളിച്ചുകൊണ്ട് പോകുന്നതേ നമ്മളുടെ ഏസുനാണ്. ഏസുൻ്റെ മോനായിരുന്നാലും ഇപ്പം നല്ല ഗിൽറ്റി ഫീൽ ഉണ്ടായിരുന്നു. അവനെ കാരണം അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്. എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ. മക്കൾ ചെയ്യുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കും അവസാനം സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരുന്നത് അവരുടെ പേരൻസ് തന്നെയായിരിക്കും. പേരൻസ് എന്തെല്ലാം പാതയിലൂടെ പോകുന്നതെന്ന് അത് മക്കൾക്ക് ഒരു ഐഡിയ പോലും കാണത്തില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവൻ ഒരുപാട് കിടന്ന് കരയാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ഏസുനും യാങ്ങും വീണ്ടും നല്ലതുപോലെ പാവപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാങ്ങിനായിരുന്നാലും ആകപ്പാടുണ്ടായിരുന്ന ബോട്ടല്ലായിരുന്നോ, ആ ബോട്ട് പോയതുകൊണ്ട് തന്നെ അവനിപ്പോൾ പല ജോലികളും ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ഏസുനായിരുന്നാലും ഇപ്പോൾ ചന്തയിലായിട്ട് ചെന്നിരുന്ന് മീൻ വിൽക്കാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അവൾ എന്തൊക്കെ സഹിച്ചാലും അവളുടെ ഹസ്ബൻഡിനെ പറ്റി മോശം പറയുന്നത് അവൾ എവിടെ സഹിച്ച് കേട്ട് നിൽക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് കാണിക്കും നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ ഏസുനായിരുന്നാലും പറയും, നമുക്ക് അത്ര പെട്ടെന്ന് പ്രായമൊന്നും ആവണ്ട, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമുക്ക് ഇനിയും ജീവിക്കണമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് കൈയും പിടിച്ച് നടക്കും. ഇവിടെ നമ്മളുടെ യാങ്ങിൻ്റെ ഹെൽത്ത് ആണെങ്കിൽ നല്ലതുപോലെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ പ്രായമായി വരുമല്ലേ, എന്നാലും അവൻ അവൻ്റെ വൈഫിൻ്റെ അടുത്തുള്ള സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇവിടെയായിട്ട് നമ്മുടെ ഏസുൻ്റെ മോനെ കാണിക്കും. അവനിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് റൈസ് കേക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. ഇതാണെങ്കിൽ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇക്കാര്യം അവൻ്റെ വൈഫാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് വന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ആ മേയറിൻ്റെ വൈഫില്ലേ, അവരുടെ അമ്മായിയമ്മയാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നത്, എന്തായിരുന്നാലും എൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തും ഏക്കറും ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ നിൻ്റെ പേരിലായിട്ട് എഴുതിത്തരാം. നീ എൻ്റെ മോനെ എന്തുമാത്രമാണ് സഹിച്ചത്, ഇനിയും നീ അവനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് നിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കാം, നീ ഇനിയെങ്കിലും ഫ്രീ ആവണമെന്നും പറഞ്ഞിട്ട് അവർ നമ്മളുടെ മേയറിൻ്റെ വൈഫിനെ നല്ലതുപോലെ ഉപദേശിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മേയർ നമ്മളുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അയാളാണെങ്കിൽ പറയും, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അതെല്ലാം ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ മോളും ഫാമിലിയൊക്കെ നല്ല സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മതി എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യേശുവിൻ്റെ മോനായിരുന്നാലും എല്ലാ ദിവസവും രാത്രി ആ റൈസ് കേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാ. അവിടെയുള്ള ആൾക്കാരെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് റൈസ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് നമ്മളുടെ യാങ്ങിൻ്റെ മോനല്ലേ എന്ന് ചോദിച്ചിട്ടാ. സംഭവം എന്തുവാ, നമ്മുടെ യാങ് ആണെങ്കിൽ എല്ലാ ആൾക്കാരും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൻ ഇവിടെ റൈസ് കേക്ക് വിൽക്കാൻ വരും, നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണേ എന്ന്. ഇതവന് മനസ്സിലാവുന്നതും അവന് നല്ല സങ്കടമാവും. അവൻ വിചാരിക്കും, ഒരു നിസ്സാരമായിട്ടുള്ള റൈസ് കേക്ക് വിൽക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കത്തില്ലേ എന്നും ആലോചിച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണ്. അതായത് 2000 വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയക്കാരതിനെ നല്ലതുപോലെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഏസനും യാങ്ങും ആയിരുന്നാലും പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കും. അവരാണെങ്കിൽ അവിടെ
പറയും നമുക്കിനി പുതിയൊരു ലൈഫ് തന്നെ തുടങ്ങണോ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ യേസുനാണെങ്കിൽ ബുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യങ് ആയിരുന്നാലും അവൻ്റെ മൈൻഡിലായിട്ട് പുതിയൊരു ബിസിനസ് പ്ലാനും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ മേയറിൻ്റെ വൈഫിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മിയോങ്ങിനെ കാണിക്കും. അവളും ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു. ഇവിടെ അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ കിമ്മ് തന്നെയാണ്. അതിനുശേഷം കാണിക്കും നമ്മളുടെ ഏസിനായിരുന്നാലും മിയോങ്ങിനെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരട്ടെ എന്ന്. അവിടെയായിട്ട് അവൾ പറയും ഞാൻ എൻ്റെ ജോലി കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന്. അതായത് നമ്മുടെ ഏസിൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഏസുൻ്റെയും യാങ്ങിൻ്റെയും വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവളിങ്ങനെ ജോലിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾ ഒരു കാര്യം പറയും. അതായത് നമ്മുടെ മേയറാണെങ്കിൽ ആവുന്ന കാലത്ത് നല്ലതുപോലെ ക്യാഷ് ഉണ്ടാക്കി ഇട്ടതുകൊണ്ട് അയാളുടെ മക്കൾക്ക് ഇപ്പോൾ നല്ല സുഖമായിട്ട് ജീവിക്കാമെന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ യാങ്ങിന് നല്ല വിഷമം വരും. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കള് അച്ഛനേമ്മേനെയും പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്. അവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒച്ചയിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നതിന് നമ്മുടെ മിയോങ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാങ്ങും ഏസിനും കൂടി ചേർന്നിട്ട് അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു ഷോപ്പ് ഇടുന്നതാണ്. അതായത് ഇപ്പം നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ സ്വന്തം വീടാണെങ്കിൽ പണയം വെച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ. അവിടെയായിട്ട് നമ്മളുടെ ആ മേയറില്ലേ, മേയറിൻ്റെ വൈഫാണെങ്കിൽ അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കും. ഇവിടെയായിട്ട് ആ മേയർ കാണും. അതായത് അവിടെ ഉള്ളൊരു കബോർഡിലായിട്ട് പഴയ ഒരു ഷൂസ് ഇരിക്കുന്നത്. ഇതേ ഷൂസ് തന്നെയായിരുന്നില്ലേ നമ്മുടെ മേയറിന് പണ്ടൊരിക്കൽ ഒരു പെണ്ണിനെ ഓടിച്ച സമയത്തും കിട്ടിയത്. അതായത് മേയറിന് മനസ്സിലാവും ആ പെണ്ണും അവൻ്റെ വൈഫും ഒരാൾ തന്നെയാ എന്ന്. എങ്കിലും അയാൾക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അയാളുടെ വൈഫിനെ നല്ലതുപോലെ മിസ് ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഏസുനും യാങ്ങും അറിയുന്നതാണ്. അതായത് നമ്മളുടെ മിയോങ് പ്രഗ്നൻ്റ് ആയെന്ന്. അവളുടെ മൂഡ് സ്വിങ്സിൻ്റെ കാരണമെല്ലാം അത് തന്നെയായിരുന്നു. ഇതറിയുന്നത് നമ്മുടെ ഏസുനാണെങ്കിൽ നല്ലതുപോലെ തകർന്നു പോകും. കാര്യം അവളുടെ മോളെ ആദ്യം തൊട്ടേ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഏസുനും അതേപോലെ യാങ്ങും കൂടി ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. അവർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞിരുന്നത് തന്നെ അവിടെയായിട്ട് ഒരു ഗോൾഫിൻ്റെ അക്കാഡമി വരും. അപ്പോൾ നല്ല ആൾക്കാരായിരിക്കും, അവിടെ നല്ല കച്ചവടം ആയിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ ഈ പറഞ്ഞത് എല്ലാം കള്ളമായിരുന്നു. അവിടെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ യാങ്ങിന്റെ മോനാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഒത്തിരി വഴക്ക് പറയാൻ തുടങ്ങും. അച്ഛൻ അല്ലേലും എപ്പോഴും മന്ദോത്ത് തരേ കാണിക്കത്തോളൂ, എന്തിനായിരുന്നു ഇത്രയും പൈസ കൊടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ ഏസിന് അങ്ങനെ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. അവൾ വേഗം തന്നെ യാങ്ങിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് പറയും യാങ് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവന് ആഗ്രഹം തോന്നിയിട്ട് അവന് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് പോലും ഇടാൻ പറ്റത്തില്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെല്ലാം ചെയ്തത്. എന്നിട്ട് നിങ്ങളെല്ലാം അച്ഛൻ്റെ എതിരെ തിരിയുന്നു പറഞ്ഞിട്ട് അവൾ ഒത്തിരി സംസാരിക്കും. ഈ സീൻ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതായത് ഇനി ലോകം മൊത്തം നമുക്കെതിരെ നിന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നാൽ മതി. അതായത് നമ്മുടെ സ്വന്തം പാർട്ട്ണർ. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിയോങ്ങിനാണെങ്കിൽ പ്രഗ്നൻസി ആയിട്ട് നല്ല വേദനയാവുന്നതാണ്. അവളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടറോട് പറയുന്നത് തന്നെ അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നാ. ഇവിടെ നമ്മളുടെ കിമ്മാണെങ്കിൽ ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാണ്ട് പറയും എനിക്ക് എൻ്റെ മിയോങ് മതി, അവളെ രക്ഷിച്ചാൽ മതി എന്ന്. എങ്ങനെയെങ്കിലും അവസാനം നമ്മളുടെ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവളുടെ കുഞ്ഞിനെ നല്ലതുപോലെ രക്ഷിച്ചെടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നമ്മളുടെ കിമ്മ് ഭയങ്കര ഇമോഷണൽ ആവുന്നതാണ്. അവൻ പറയും നമുക്ക് ഒരു ബേബി മതി, ഇനി നീ പ്രസവിക്കണ്ട എന്ന്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ മിയോങ് ആയിരുന്നാലും അവിടെ നിന്ന് കരയാൻ തുടങ്ങും. അവൾ പറയും എൻ്റെ അമ്മ 3 കുട്ടികൾക്കല്ലേ ജന്മം കൊടുത്തത്, എൻ്റെ അമ്മയ്ക്ക് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണെങ്കിൽ ഈ വേദന സഹിക്കാനുള്ള ഒരു മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ഇമോഷണൽ ആവും. അതേസമയം തന്നെ അവളുടെ അച്ഛനും അമ്മയും അവിടെ അവളെ കാണാൻ വരും. ഇവരാണെങ്കിൽ ആദ്യമേ അവരുടെ ചെറുമോളെ തിരക്കത്തൊന്നുമില്ല. അതായത് അവരാദ്യമേ തന്നെ തിരക്കുന്നത് നമ്മളുടെ മിയോങ്ങിനെ തന്നെയാണ്. അവർക്ക് മിയോങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കും നമ്മുടെ യാങ്ങും ഏസുനൊക്കെ ആയിരുന്നാലും ചെറുമോളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ ആ സീനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ കുഞ്ഞു വന്നതിന് ശേഷം നമ്മളുടെ ഏസുൻ്റെയും യാങ്ങിൻ്റെയൊക്കെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. അവർ വിചാരിച്ചതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇവിടെ നമ്മളുടെ ആ മേയറായിരുന്നാലും മനസ്സ് വിചാരിച്ചതുകൊണ്ട് നമ്മളുടെ ആ ഏസിൻ്റെ മോൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഗോൾഡൊക്കെ അടിച്ചുകൊണ്ട് പോയില്ലേ, അതെല്ലാം പിടിക്കാൻ പറ്റും. അങ്ങനെ ആ ഗോൾഡ് പിടിച്ച ആളിനെ എല്ലാം പോലീസിൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ ആ മേയർ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ആവുന്ന കാലത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടിയും അതും ഇതൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലി ലൈഫ് നല്ലതുപോലെ നഷ്ടപ്പെട്ടു. ഇപ്പം അവരെല്ലാം അയാളെ വിട്ടു പോയതിൻ്റെ പേരിൽ അയാൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അയാൾക്ക് എല്ലാവരുടെയും വില മനസ്സിലായി തുടങ്ങി.
തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യാങ്ങിന്റെയും ഏസുന്റെയും ആ ഒരു ഷോപ്പിലായിട്ട് ഒരു സെലിബ്രിറ്റി വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നല്ലതുപോലെ അത് പോസ്റ്റ് ആക്കി എടുക്കുകയൊക്കെ ചെയ്യും. അതായത് എല്ലാവരും നല്ലതുപോലെ ഫ്ലാഷ് ആക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ യാങ് തന്നെയാണ് ഈ സെലിബ്രിറ്റീനെ പണ്ടൊരിക്കൽ ആത്മഹത്യ ചെയ്യുന്നതെന്ന് രക്ഷപ്പെടുത്തിയത്. ഇവിടെയായിട്ട് കുറേ മീഡിയക്കാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവരുടെ ഫേസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും ഇവിടെയും നമ്മളുടെ യാങ് തന്നെയാണ് വന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സെലിബ്രിറ്റി നമ്മളുടെ യാങ്ങിൽ നല്ല ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവരവിടെ പറയും, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഇവിടെ പ്രസന്റ് ടൈമിൽ കാണിക്കും നമ്മളുടെ ആ സെലിബ്രിറ്റി ആയിരുന്നാലും റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ ഡ്രൈവർ ചോദിക്കും, എന്തായിരുന്നാലും മാം നിങ്ങളിവിടെ വന്നതുകൊണ്ട് മിക്കവാറും യാങ്ങിൻ്റെയും ഏസുൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും അടി ഉണ്ടായി കാണുമെന്ന്. അവിടെ ഈ സെലിബ്രിറ്റി പറയും, മിക്കവാറും അവനാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു റിലേഷനെ പറ്റി പറഞ്ഞു കാണത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ എന്ന്. എന്നാൽ നമ്മളുടെ യാങ് അങ്ങനെയൊന്നുമല്ല. അവൻ നമ്മളുടെ ഏസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും നടന്നതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏസിനാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളുടെ യാങ് അങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരിക്കലും അവക്കത് വിഷമാവരുതല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവരുടെ ഈ സ്നേഹം കാണുന്ന നമ്മളുടെ ആ മേയറില്ലേ, അയാൾക്ക് നല്ലതുപോലെ ജലസടിക്കും. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ പിന്നീട് തൊട്ട് ആ ഷോപ്പിൽ വരുന്നതേ അങ്ങ് നിർത്തിക്കളയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ മേയറിന്റെ എക്സ് വൈഫ് ഇല്ലേ, അവരാണെങ്കിൽ ഇപ്പോൾ ഒരു ജാപ്പനീസ് സ്കൂൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ആ മേയറും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് മേയർ കാണുന്ന നമ്മളുടെ യാങ്ങിനാണെങ്കിൽ അവൻ്റെ മക്കള് പുതിയ ഷൂവും പുതിയ കോട്ടും ഒക്കെ വാങ്ങിക്കൊടുത്തത്. ഇത് കാണുന്ന അവന് നല്ല വിഷമമാവും. ഇവിടെ നമ്മളുടെ മേയറിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും അവൻ ഇതുപോലെ സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുക്കാൻ ഒറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അവന് നല്ല വിഷമമാവുന്നത്. എന്നാൽ നമ്മളുടെ യാങ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവനെ സംബന്ധിച്ച് അവൻ ഈ ലോകം കീഴടക്കിയ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിന്റെ വീട്ടിലാണ്. അവൾ അവളുടെ മോളെ നല്ലതുപോലെ സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഏസിനാണെങ്കിൽ അവളുടെ മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും പ്രയോറിറ്റീസ് വേറെ വേറെയാണ്. ഈ ഒരു സീൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളുടെ ഏസിനാണെങ്കിൽ അവിടെ നിന്ന് പറയാൻ തുടങ്ങും, എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മോള് അത്രയ്ക്ക് വലുത് തന്നെയാ എന്ന്. ഇവിടെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവളുടെ മോളെ അതേപോലെ തന്നെ കെയർ ചെയ്യുന്നത്. മിയോങ് അവളുടെ അമ്മയെടുത്ത് വയ്ക്കും, ഈ കൊച്ചുങ്ങളെ വളർത്തുന്ന എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന്. അപ്പോൾ നമ്മളുടെ ഏസിൻ പറയും, നീ എന്നെ പോലെ തന്നെ ആയിരുന്നില്ലേ, നിന്നെ പോലെ തന്നെയായിരിക്കും നിന്റെ മോള് എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിനെയാണ്. അവളാണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കും, ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ഉടനെ എന്നെ കിമ്മ് പറയും, മിയോങ് അത് നിന്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ അച്ഛനും അമ്മയല്ല. അപ്പം നിനക്ക് എന്ത് തോന്നുന്നോ നിനക്കത് അതേപോലെ ചെയ്യാം, നീ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. അങ്ങനെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാര്യം അവരെല്ലാം പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഇവിടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് 2 പേരും അവിടെ ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ യാങ് ആയിരുന്നാലും കുറച്ച് മയക്കത്തിലാണ്. അവൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പേര് വേറെ ആരുടെയും അല്ല, നമ്മളുടെ ഏസുൻ്റെയും അതേപോലെ യാങ്ങിൻ്റെയും ഏറ്റവും ഇളയ മോനായിട്ടുള്ള ഡോങ്ങിൻ്റെ തന്നെയാണ്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അതായത് ഇത്രയും വർഷമായിട്ടും നമ്മുടെ യാങ് ഇപ്പോഴും അവനെ തന്നെയാണ് കുറ്റക്കാരനായിക്കൊണ്ടിരിക്കുന്നത്, അവൻ്റെ ഇളയ മോൻ്റെ മരണത്തിന് വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവിടെ വേലി കെട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടില്ലായിരുന്നു എങ്കിൽ അവൻ്റെ മോൻ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഏസിനും സങ്കടം അടക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ ഏറ്റവും ഇളയ മോനെ അവർക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റത്തില്ല. അപ്പോഴും നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഈ ഏസുനും അതേപോലെ യാങ്ങും ആയിരുന്നാലും എല്ലാ വർഷവും നമ്മുടെ ആ ഡോങ്ങിൻ്റെ കല്ലറയില്ലേ അവിടെയായിട്ട് വന്ന് വൃത്തിയാക്കിയിട്ട് അവൻ്റെ ഫേവറേറ്റ് ഫുഡും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു വർഷം പോലും വിടാണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഭയങ്കര വിഷമമാണ്. എത്രയൊക്കെ പറഞ്ഞാലും പേരൻസ് അവരുടെ മക്കളുടെ കല്ലറ വന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അവരെന്തുമാത്രം വേദന കടിച്ചു പിടിച്ചിട്ടായിരിക്കും അങ്ങനൊരു സംഭവം ചെയ്യുന്നത് തന്നെ. ഇത് കാണുന്നേ നമുക്ക് നല്ല ഇമോഷണലായിട്ട് ഫീൽ ആവും. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമിലാണ്. ഡോക്ടറാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ റിസൾട്ട് കണ്ടിട്ട് പറയും അവന് ബ്ലഡ് ക്യാൻസറാ എന്ന്. അങ്ങനെ ഇവിടെയായിട്ട് നമ്മുടെ യാങ് നല്ല വീക്കായി തുടങ്ങും. ഇവിടെ അവനാണെങ്കിൽ നല്ലതുപോലെ കീമോയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. നമ്മുടെ ഏസിനായിരുന്നാലും നല്ല ഇമോഷണലായിരുന്നു. അവളാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്തായിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറയും,
നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം പിന്നെ ആരാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലേ? എനിക്കും മക്കൾക്കും എല്ലാം നീ ഒരു തുണയായിട്ടല്ലേ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കിടന്ന് വിഷമിക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ യാങ് പറയും, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഇട്ടിട്ട് എവിടോട്ടും പോകത്തില്ല എന്ന് പറഞ്ഞ് അവനവിടെ സമാധാനിപ്പിക്കും. ഈ സീൻ കാണാൻ ഭയങ്കര ഇമോഷണലാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആവുന്നതാണ്. അവനെ അങ്ങനെ അന്നത്തെ ദിവസം നോക്കാൻ വരുന്നതേ നമ്മളുടെ മിയോങ്ങ. അവളുടെ അടുത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ പറയും. അതായത് അമ്മയെ പൊന്നുപോലെ നോക്കണം, ഞാൻ പോയി കഴിഞ്ഞാലും അമ്മയെ ഒറ്റയ്ക്കാക്കരുത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ മിയോങ് ഒരുപാട് കിടന്ന് കരയും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഡിസ്ചാർജായി വീട്ടിൽ വരുന്നതാ. അവിടെ അവനെ മോനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കൊച്ചു കുട്ടികൾ കരയുന്നത് പോലെ അവനവൻ്റെ അച്ഛനെ കണ്ടിട്ട് കരയുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും കുഞ്ഞിലേ തൊട്ടേ അവൻ ഇഷ്ടം പോലെ സ്നേഹം വാരിക്കോരി കൊടുത്തത് നമ്മളുടെ യാങ് തന്നെയായിരുന്നു. ഇവൻ അവിടെ പറയും, ഞാൻ എൻ്റെ അച്ഛനെ എന്തെല്ലാമാ പറഞ്ഞത്, എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ തന്നെയാണ് ഈ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അച്ഛനെന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ടും കിടന്ന് കരയും. ഇവർക്ക് എല്ലാവർക്കും നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ്ങിൻ്റെ ചെറുമോനില്ലേ, അവനാണെങ്കിൽ അവിടെ ഒരു ബോ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ യാങ്ങിൻ്റെ മോനെ നോക്കിയിട്ട് പറയും, നീ എങ്ങനെയാണോ നിൻ്റെ മോന് നിന്നെ പോലെ തന്നെയാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കും നമ്മളുടെ ഏസുനും യാങ്ങും കൂടി താഴെയായിട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ ഏസുനെ ഇങ്ങനെ പുറകിലായിട്ട് എടുത്തിട്ട് അവിടെ എല്ലാം കറങ്ങി കറങ്ങി നടക്കുന്നത്. ഇത് കാണുന്നേ അവൻ്റെ ചെറുമക്കളെല്ലാം മുകളിൽ ഇരുന്ന് വിളിച്ചു പറയും, അച്ചാച്ചനും അമ്മാമ്മയും എന്ത് റൊമാൻറ്റിക്കാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിയോങ്ങിനെയാണ്. അവളുടെ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ടി വിയിലായിട്ട് വന്നിട്ട് അവളുടെ സ്പീച്ചൊക്കെ പറയാൻ തുടങ്ങും. അവളിവിടെ പറയുന്നത് തന്നെ, എൻ്റെ അമ്മയാണെങ്കിൽ നല്ലതുപോലെ പാട്ടൊക്കെ എഴുതും, എന്നാൽ അമ്മയ്ക്ക് അമ്മയുടെ പഠിത്തം കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല. അമ്മ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് എപ്പോഴായിരുന്നാലും എവിടെ വെച്ചിട്ടായിരുന്നാലും പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നത് എന്ന്. ഇവിടെയായിട്ട് അവൾ അവളുടെ അച്ഛനെ പറ്റിയും പറയും, അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം ഇതിൻ്റെ മോട്ടിവേഷൻ അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അച്ഛനെ പോലെ തന്നെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും എൻ്റെ ഈ ഒരു സ്റ്റാർട്ടപ്പിനെ സക്സസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളുടെ ഏസുനും യാങ്ങിനും ഒക്കെ നല്ലതുപോലെ പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മോളുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ അവളുടെ അനിയനായിരുന്നാലും അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, അവൻ്റെ ചേച്ചി ഇത്രയും വലുതായല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ ജീജു ഐലൻഡിലായിട്ട് വലിയൊരു മ്യൂസിയം വരുന്നതാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാം, അവിടെയുള്ള ആ ലേഡീസ് ഇല്ലേ, അവരുടെ എല്ലാം ഇൻ്റർവ്യൂ എടുക്കും. അതായത് ജീജു ഐലൻഡിലെ ലേഡീസ് എല്ലാവരും ഈ കടലിൽ പോയിട്ട് മുങ്ങി ഇങ്ങനെ ഓരോ ഷെല്ലൊക്കെ എടുക്കുന്ന ജോലിയല്ലേ കൂടുതലും ചെയ്യുന്നത്. അവരെ പറ്റി എല്ലാ ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ബുക്കാണെങ്കിൽ വായിക്കുന്നത് നമ്മളുടെ യാങ്ങിന് ഭയങ്കര സന്തോഷമാണ്. അവനാണെങ്കിൽ അത് വായിച്ചിട്ടിരുന്ന് കരയാൻ തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ്ങിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ യേസുനെ ആണെങ്കിൽ പൊന്നുപോലെ നോക്കണം, അവൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അതേപോലെ അവളെ ഒരു പോയറ്റായിട്ട് കാണണം എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യേസുനായിരുന്നാലും ഇരുന്ന് പറയും, ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ ലൈഫ് വേർത്താണ്, ഞാൻ നല്ല ഹാപ്പിയാണ് എന്ന്. ഇവിടെയാണെങ്കിൽ അവർ അവസാന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയില്ലേ, അതിപ്പോൾ ഭയങ്കര ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ക്യാഷും ഉണ്ട്. ഇവിടെ നമ്മൾ ഡേയ്സിന് അതിനെപ്പറ്റിയൊക്കെ പറയും. എന്നിട്ട് അവൾ പറയുന്നത് തന്നെ, എനിക്ക് ഇത്രയും നാൾ സാധിക്കാതെ പോയ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ പബ്ലിഷ് ചെയ്ത ബുക്ക് നീ വായിക്കണം എന്നുള്ളത്, അതിപ്പോൾ ഇന്ന് പൂർത്തിയായി. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഹോസ്പിറ്റലായിട്ട് കിടക്കുന്നതാണ്. അവിടെ അവർ രണ്ടുപേരും ഫൈനലായിട്ട് കണ്ടിട്ട് അവസാനമായിട്ട് ഗുഡ് ബൈ പറയും. ഇവിടെ നമുക്ക് കാണിക്കുന്നത് തന്നെ നമ്മളുടെ ഏസുനായിരുന്നാലും യാങ് ആയിരുന്നാലും അവരുടെ ആ ഒരു പഴയ രൂപത്തിലോട്ട് പോകുന്നതാണ്. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നതും കാണിക്കും. ഇത് ഭയങ്കര വലിയ ഇമോഷണൽ സീനാണ് കേട്ടോ. അവരുടെ രണ്ടുപേരുടെ ലവ് സ്റ്റോറി അത്രയ്ക്കും പ്യുവർ ആയിട്ടുള്ളതാണ്. ഇവിടെയായിട്ട് നമ്മുടെ മിയോങ് അറിയും, അതായത് അവൾ ഇത്രയും നാളും ജോലി ചെയ്തിട്ട് അവളുടെ അച്ഛൻ എന്തൊക്കെ പൈസയാണോ അയച്ചു കൊടുത്തിട്ടുള്ളത്, ആ പൈസയൊന്നും നമ്മളുടെ യാങ് ചിലവഴിച്ചിട്ടില്ല, അതെല്ലാം അവൻ്റെ അക്കൗണ്ടിലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു എന്ന്. ഇതൊക്കെ അറിയുന്നത് നമ്മളുടെ മിയോങ് ആയിരുന്നാലും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. ഇപ്പോൾ ആ പൈസ എല്ലാം തിരിച്ച് നമ്മളുടെ മിയോങ്ങിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മിയോങ്ങിൻ്റെ അനിയനില്ലേ, അവനെ കാണിക്കും. അവനായിരുന്നാലും അവൻ്റെ അച്ഛൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു നല്ല കാറ് വാങ്ങിക്കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇത് കാണുന്നതും അവനും ഭയങ്കര മിസ് ചെയ്ത് കരയും. എത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മളുടെ ഏസും തന്നെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം ഇത്രയും കാലം അവളുടെ കൂടെ ഉണ്ടായിരുന്നയാൾ പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് പോയില്ലേ. ഇവിടെയായിട്ട് നമ്മുടെ യാങ് ആയിരുന്നാലും മരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഏസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല
നല്ല സിമ്പിൾ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ലതുപോലെ ശ്രദ്ധ കൊടുത്തിട്ട് അവൻ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഏസുന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പോരാത്തിന് നമ്മുടെ യാങ് ആണെങ്കിൽ ഏസിന് വേണ്ടിയിട്ട് കുറേ കാലത്തേക്കുള്ള ക്ലിപ്പുകളും വാങ്ങി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മളത് ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ല. നമ്മുടെ ഏസിനായിരുന്നാലും നല്ലതുപോലെ മിസ് ചെയ്തിരിക്കും. അവളുടെ മക്കൾക്കായിരുന്നാലും ഇപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഫാമിലി ഉണ്ട്. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കായതുപോലെ തന്നെ അല്ലേ. അതുകൊണ്ട് നമ്മളുടെ ഏസിനാണെങ്കിൽ അവളുടെ പഴയ വീടില്ലേ, അതായത് നമ്മുടെ മിയോങ്ങിന്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് വിറ്റ വീട്, അത് വീണ്ടും വാങ്ങിക്കും. എന്നിട്ട് അവൾ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ഏസിനാണെങ്കിൽ അവളുടെ മക്കളെ സംബന്ധിച്ച് ഒരു ഭാരമാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിൽ നല്ല സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ അവൾ അവളുടെ നാട്ടിലായിട്ട് വന്ന് ജീവിക്കും. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ സീനാണ് നമുക്ക് ഈ സീരീസിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നീട് കാണിക്കും അവിടെയായിട്ട് ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി ആണെങ്കിൽ ഒരു കൊച്ചിൻ്റെ കൂടെ നിൽക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ യാങ് ആണെങ്കിൽ ഏസുനെ പ്രപ്പോസ് ചെയ്തതും ഏസുന് അവളുടെ റിങ് ആണെങ്കിൽ വലിച്ചെറിഞ്ഞതും. ഇവിടെയായിട്ട് ഒരു കൊച്ചു നോക്കുന്നതും അവൾക്ക് തറയിൽ കിടന്നിട്ട് ആ ഒരു റിങ് കിട്ടും. ഇതേ കൊച്ചു തന്നെ കുറച്ച് വലുതാവുന്നതും അവൾ അവളുടെ അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിലായിട്ട് വന്നിട്ട് നമ്മളുടെ ഏസിൻ്റെ കയ്യിൽ നിന്ന് മീനും ഒക്കെ വാങ്ങിക്കും. ഇപ്പം അതേ പെൺകുട്ടി തന്നെ വലുതായിട്ട് ഒരു പബ്ലിഷറും ആയിട്ടുണ്ട്. അവരാണെങ്കിൽ നമ്മളുടെ ഏസിൻ്റെ ആ ഒരു ബുക്കൊക്കെ വായിച്ചു നോക്കും. അവർക്കത് വായിക്കുന്നതും കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഏസിൻ്റെ അമ്മ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം അവളുടെ അമ്മയുടെ പുനർജന്മമാണ് എന്ന്. അവരാ ബുക്ക് വായിച്ചിട്ട് പറയും എനിക്ക് ഈ ബുക്ക് കാണുന്നതും ഒരു പ്രത്യേക ഫീലിംഗാണ് തോന്നുന്നത്. കരയണോ ചിരിക്കണോ എന്നറിയത്തില്ല, എന്നെ ഇത് ഭയങ്കരമായിട്ട് നല്ലതുപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അതിൽ നമ്മളുടെ ഏസിന് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഞാൻ ആദ്യമേ ഒരു പാവപ്പെട്ട ലേഡിയുടെ മോളായിരുന്നു. ഞാൻ പഠിച്ച് വലുതാവാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു ക്യാപ്റ്റൻ്റെ വൈഫായി. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിന് ശേഷമായിട്ട് ഞാൻ അവസാനം മീൻ വിൽക്കാൻ പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തത്. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഒരിക്കലും ഇത്ര കളർഫുൾ ആവത്തില്ലായിരുന്നു. ഇവിടെ നമ്മളുടെ ഏസൻ പറയുന്നത് തന്നെ നമ്മളുടെ യാങ്ങിനെ പറ്റിയിട്ടാണ്. അവനുള്ളത് കൊണ്ടാണ് അവളുടെ ലൈഫ് ഇത്രയും കളർഫുൾ ആയത്. അവൾ ഓരോ നിമിഷവും ഹാപ്പിനെസ്സോടു കൂടി ജീവിക്കാൻ തുടങ്ങിയത്. അവൾ ഒരിക്കലും നമ്മളുടെ യാങ്ങിനെ മറക്കത്തേയില്ല. കാര്യം യാങ് അവളെ സംബന്ധിച്ച് അത്രയ്ക്കും പ്രിയപ്പെട്ടവനാണ്. എന്തൊക്കെയായിരുന്നാലും ഈ ലൈഫിൽ അവള് ഭയങ്കര സംതൃപ്തിയാണ്. ഈ ലൈഫിൽ അവൾക്ക് ഇനി ഒന്നും തന്നെ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്ക് എഴുതി നിർത്തും. ഇതിനകത്ത് നമുക്ക് കാണിക്കും അതായത് നമ്മളുടെ ചെറുപ്പക്കാരനായിട്ടുള്ള യാങ്ങും അതേപോലെ ഏസിനും കൂടി ഒരു പൂന്തോട്ടത്തിന്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. അവിടെ നമ്മളുടെ ഏസൻ പറയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല പണക്കാരിയാണോ, ഒരുപാട് പണം സമ്പാദിക്കണം എന്ന്. അവിടെ നമ്മളുടെ യാങ് ആയിരുന്നാലും പറയും എനിക്ക് നല്ലൊരു കാറ് വാങ്ങിക്കണം, എന്നിട്ട് നിന്നെയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങണം എന്ന്. ഇവിടെ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. രണ്ടുപേരും പറയും നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്നും പറഞ്ഞ് അവർ കയ്യും പിടിച്ചിങ്ങനെ നടന്നു പോകും. അതുപോലെ തന്നെ അല്ലേ സംഭവിച്ചത്. രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ജീവിതം നല്ലതുപോലെ ജീവിച്ച് തീർത്തു. ഈ സീരീസിനെ പറ്റി ഇനി എന്ത് പറയാനല്ലേ. ഇതോടുകൂടി ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് പറയണേ. എനിക്കിതിൽ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരുപാട് കണക്റ്റ് ആയത് നമ്മളുടെ മിയോങ്ങിൻ്റെ ക്യാരക്ടർ. എന്താണെന്നറിയത്തില്ല, അവളുടെ സ്റ്റോറിയും എൻ്റെ സ്റ്റോറിയും ഏകദേശം ഒരേപോലെയൊക്കെയാണെന്ന് എനിക്കെന്തോ ഫീൽ ചെയ്തു. ഈ സീരീസിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില പോയിന്റിലൊക്കെ നമ്മൾ നല്ലതുപോലെ ഇമോഷണലായി പോവും. നമുക്ക് നമ്മളുടെ കരച്ചിൽ പിടിച്ച് വെക്കാനേ പറ്റത്തില്ല. എന്നെ അത്രത്തോളം അത് കണക്റ്റ് ആക്കി. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിരുന്നാലും ഞാൻ ഒരുപാട് ഇമോഷണലായിട്ടാണ് റെക്കോർഡ് ചെയ്ത് തീർത്തത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനകത്ത് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടില സീരീസ് ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.